ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. കണ്വ മഹർഷി പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ സമയത്ത് മുല്ല പൂക്കുന്നത് വരാനിരിക്കുന്ന ഏതോ നല്ല കാര്യത്തിന്റെ ലക്ഷണം ആണ്. പ്രിയമതേ, അതല്ലേ ശകുന്തള ഏത് നേരവും ഇതിന് തന്നെ വെള്ളം ഒഴിക്കുന്നത്? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? അനസയെ, ഈ ചെടി എനിക്ക് ഒരു സഹോദരി പോലെയാണ്. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇതാ, അതിനെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കാനില്ല. താങ്കൾ ആരാണ്? എവിടെ? എന്ത് ചെയ്യുന്നു? ഞാൻ വേദം പഠിക്കാൻ വന്നതാണ്. ഇത് കണ്വ മഹർഷിയുടെ ആശ്രമമല്ലേ? മഹാരാജാവേ, ആനകൾ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്താലും. തീർച്ചയായും നാം ഉടനെ വരാം. ശകുന്തളെ, നിന്റെ അച്ഛൻ എപ്പോൾ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മഹാരാജാവിനെ നല്ലതുപോലെ സ്വീകരിച്ചേനെ. ശകുന്തളെ, അമ്മ ഗൗതമി ഇപ്പോൾ നമ്മളെ നോക്കുന്നുണ്ടാകാം. വരൂ, നമുക്ക് പോകാം. ഓ, എനിക്ക് നടക്കാൻ പറ്റുന്നേയില്ല. നിങ്ങൾ വളരെ പതുക്കെ പോയാൽ മതി. ഞങ്ങൾക്ക് വളരെ നാളായി അങ്ങയെ പരിചയം ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങയെ നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റാത്തത് ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ കണ്ടതിൽ നാം അതീവ സന്തുഷ്ടനാണ്. അനസൂയെ, ഇത് കണ്ടോ? എന്റെ കാലിൽ ഗർഭമുള്ള കൊണ്ട് മുറിവ് പറ്റിയിരിക്കുന്നു.
കാണുന്നു. ഇത് ആദ്യം വായിച്ചു നോക്കിയാലും അവൾ എപ്പോൾ തന്നെ എവിടെ വരും? വരൂ പ്രിയവരെ, നമുക്ക് പോകാം. മാനുകൾക്ക് വെള്ളം കൊടുക്കേണ്ട സമയമായി. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. വരൂ, നമുക്ക് ഈ മാലകൾ പരസ്പരം അണിയാം. ഇതാണ് ഈ വനത്തിലെ ആചാരം. കുറെ നാളുകൾക്ക് ശേഷം മഹാരാജാവ്, ഹസ്തിനപുരത്തിന് അങ്ങയുടെ സേവനം വളരെ പെട്ടെന്ന് നടന്നു. ഉടനെ പോയാൽ പറ്റും. നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം. നാം ഇതാ വരുന്നു. ശകുന്തളെ, എനിക്ക് ഉടനെ പോയേ പറ്റും. എന്റെ ഈ മോതിരം നീ എപ്പോഴും നിന്റെ വിരലിൽ അണിഞ്ഞുകൊള്ളുക. നാം അധികം താമസിക്കാതെ നമ്മുടെ മന്ത്രിമാരെ വിട്ട് നിന്നെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ആരുമില്ലേ? എന്റെ മിത്രം കണ്ണു മഹർഷി എവിടെ പോയി? കണ്ണുവ, ശകുന്തളെ, ഒരു അതിഥിയെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഈ ആശ്രമത്തിൽ അതിഥികൾ വരാറില്ലേ? അവരെ സ്വീകരിക്കാനില്ലേ? ശകുന്തളെ, നീ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന കഴിവ് മറന്നിരിക്കുന്നു. അതിനാൽ ഞാൻ ആരെന്ന് നീ ഇതോട് മനസ്സിലാക്കും. ശകുന്തളയോട് അങ്ങ് ക്ഷമിച്ചാലും അവൾ ഇതുവരെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇതിന്റെ ശാപം തിരിച്ചെടുക്കാൻ സാധ്യമല്ല. പക്ഷെ ഒരു ചെറിയ മാറ്റം വരുത്താം. ചെയ്താലും മഹർഷി, അയാൾ ശകുന്തളയ്ക്ക് കൊടുത്ത് എന്തെങ്കിലും ചിഹ്നം കാണുമ്പോൾ ശകുന്തളയെ ഓർമ്മ വരും. ഓ, മോതിരം. അവൾ രാജാവ് കൊടുത്ത മോതിരം ഓണം ധരിക്കുന്നത്. മകളെ, ഞാൻ വളരെ നല്ല ഒരു വാർത്ത കേട്ടു. നീ ദുഷ്യന്ത രാജാവിനെ വിവാഹം കഴിച്ചെന്നും വളരെ താമസിയാതെ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുമെന്നും അവൻ വലിയ ഒരു രാജാവായി തീരുമെന്നും ഞാൻ കേട്ടു. എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു മകളെ. എനിക്ക് എത്രയും വേഗം നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകണം. ശകുന്തളെ, നിനക്ക് കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും ഇതാ തയ്യാറായി. മകളെ, നിനക്ക് ഹസ്തിനപുരത്തേക്ക് പോകാൻ സമയമായി. അച്ഛാ, ഞാൻ പോകുന്നതിന് മുമ്പ് ഈ മരങ്ങളോടും ചെടികളോടും യാത്ര പറയട്ടെ. നിനക്ക് അവയെ എന്തിഷ്ടമാണെന്നും എനിക്കറിയാം മകളെ. പ്രിയ തോഴിമാരെ, ഇവയെ നോക്കേണ്ട ചുമതലയും ഇനി നിങ്ങൾക്കുള്ളതാണ്. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഇനി ആരാണുള്ളത്? അനസൂയെ, പ്രിയമ്പതെ, നിങ്ങൾക്കറിയരുത്. നിങ്ങളാണ് ശകുന്തളയെ സന്തോഷത്തോടെ യാത്രയാക്കേണ്ടവർ. അച്ഛാ, ഇവർക്കും എന്റെ കൂടെ വരാൻ സാധിക്കുമോ? ഇല്ല മകളെ, ഇവരും ഒരു നാൾ വിവാഹം കഴിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർ രാജ്യസഭയിൽ വരാൻ പാടില്ല. ഗൗതമി നിന്നോട് അങ്ങനെ ശകുന്തള എല്ലാവരോടും യാത്ര പറഞ്ഞു. ഹസ്തിനപുരത്തേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ അവർ ഗംഗയിൽ കുളിച്ച് പ്രാർത്ഥന നടത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഹസ്തിനപുര രാജ്യ
രാജാവ്, കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും കുറച്ചുപേർ അങ്ങയെ മോഹം കാണിക്കാൻ വന്നിരിക്കുന്നു. നമ്മെ മോഹം കാണിക്കാനോ? എന്താണ് അവർക്ക് വേണ്ടത്? അവരെ അകത്തേക്ക് കയറ്റിവിടും. മഹാരാജാവിന് കണ്വ മഹർഷി അനേക ആശംസകൾ അയച്ചിരിക്കുന്നു. കൂടാതെ അങ്ങയുടെ പത്നി ശകുന്തള വളരെ താമസിയാതെ ഓരമ്മയാകാൻ പോകുന്നു. അങ്ങേക്ക് സ്വന്തം ഭാര്യയെ ഓർമ്മ വരുന്നില്ലേ? ശകുന്തളയെ അങ്ങ് മറന്നോ? ശകുന്തളയോ? നമുക്ക് ആ പേരുള്ള ഒരാളെ അറിയുക പോലുമില്ല. നിങ്ങൾക്ക് എന്തോ തെറ്റിപ്പറ്റിയിരിക്കുന്നു. എങ്ങനെ ഒരാൾക്ക് തന്റെ സ്വന്തം ഭാര്യയെ മറക്കാൻ? ശകുന്തളെ, രാജാവ് നിനക്ക് തന്ന ആ മോതിരം കാണിക്കൂ. ഇതാ. അയ്യോ, എന്റെ മോതിരം എവിടെ? ഞാനത് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് ഊരിയിട്ടില്ലല്ലോ. പിന്നെ അത് എവിടെ പോയി? അത് എവിടെ എങ്കിലും വീണത്തായിരിക്കും. ഞാൻ ഒന്ന് നോക്കട്ടെ. നമുക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. ശകുന്തളെ, നിന്റെ മുഖം രാജാവിനെ കാണും. തീർച്ചയായും രാജാവിന് നിന്റെ മുഖം കാണുമ്പോൾ നിന്നെ ഓർമ്മ വരും. നിങ്ങൾ വളരെ സുന്ദരിയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഇതിനു മുമ്പേ കണ്ടിട്ടേയില്ല. അങ്ങേക്ക് ഓർമ്മയില്ലേ പണ്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നതും മാനിന് വെള്ളം കൊടുത്തതും? നിർത്തൂ. നമുക്ക് അതൊന്നും തന്നെ ഓർമ്മയില്ല. അല്ലയോ ദുഷ്യന്ത മഹാരാജാവേ, സ്വന്തം ഭാര്യ അറിയില്ല എന്ന് പറയുന്നത് ഒരു രാജാവിന് ഒട്ടും ചേരുന്നതല്ല. ഒരുപോലെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ആശ്രമത്തിലേക്ക് തിരിച്ചു പോകാം. നിൽക്കൂ. ഞാൻ ശകുന്തളയെ എന്റെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൾക്ക് കുട്ടി ജനിക്കുന്നതുവരെ ഞാൻ നോക്കിക്കൊള്ളാം. കച്ചു നിർത്തൂ. ഞങ്ങളുടെ ആസ്ഥാന ഗുരുവിന്റെ കൂടെ നീ പൊയ്ക്കോളൂ. നാം ഈ സ്ത്രീയെ കണ്ടതായി ഒട്ടും ഓർമ്മയില്ലല്ലോ. അവൾ ആശ്രമത്തിന്റെ കാര്യം പറയുന്നു. ഏത് ആശ്രമമാണ്? കുറെ നാളുകൾക്ക് ശേഷം. എന്നെ വിടൂ, ഞാൻ മോതിരം കട്ടിട്ടില്ല. എടാ കള്ള, ഇത് രാജാവിന്റെ മോതിരമാണ്. ഇതിൽ രാജമുദ്രയുണ്ട്. ഇവൻ കള്ളനാണ്. ഗംഗാ നദിയുടെ തീരത്ത് വസിക്കുന്ന ഒരു പാവം മുക്കുവനാണ്. സത്യമാണോ നീ പറയുന്നത്? അത് തിരുമേനി, ഞാൻ മീൻ പിടിച്ചാണ് എന്റെ കുടുംബം കൂട്ടുന്നത്. നോക്കൂ, എന്റെ മീൻ വല കണ്ടില്ലേ? എവിടുന്ന് കിട്ടി നിനക്ക് ഈ മോതിരം? അല്ലയോ തിരുമേനി, അങ്ങ് ന്യായപാലക്കാർ അല്ലേ? ഞാൻ സത്യമാണ് പറയുന്നത്. ഈ മോതിരം ഞാൻ ഇന്ന് പിടിച്ച ഒരു മത്സ്യത്തിൽ നിന്നും കിട്ടിയതാണ്. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഓ, നമുക്ക് എല്ലാം ഓർമ്മ വരുന്നു. ഇത് ആ മോതിരമാണ്. നാം ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം. ഈ മുക്കുവാന് ഒരു സഞ്ചി സ്വർണ്ണ നാണയം കൊടുക്കും. ഇയാൾ വലിയ സേവനമാണ് നമുക്ക് ചെയ്തത്. തിരുമേനി, അങ്ങയുടെ ഈ നന്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല. രാജാവ് നീനായി വാഴട്ടെ. എവിടെ നമ്മുടെ ആസ്ഥാന ഗുരു? എവിടെ എന്റെ ഭാര്യ ശകുന്തള? അവളെ ഉടൻ ഇവിടെ കൊണ്ടുവരിക. അവളെ ഒരു വനദേവത വന്ന് കൊണ്ടുപോയി. ശകുന്തള നമ്മളെ വിട്ടു പോയിരിക്കുന്നു പ്രഭു. ശകുന്തളെ, നിന്നെ തിരിച്ചറിയാൻ പറ്റാതെ വന്നതിൽ എന്നോട് ക്ഷമിക്കൂ. ദിവസങ്ങൾ കടന്നു പോയി. ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ ഓർത്ത് എപ്പോഴും ദുഃഖിതരായിരുന്നു. ശംഖുപുഷ്പം കണ്ണിരുകുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മവരും. ശാരദസന്ധ്യകൾ മലമുറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മവരും. ശകുന്തളേ ശകുന്തളേ
ദേവന്മാരും ആയുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ദുഷ്യന്തനെ ഇന്ദ്രൻ ക്ഷണിക്കുന്നു. യുദ്ധത്തിൽ ദേവന്മാർ വിജയിക്കുന്നു. വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്ന സമയം ദുഷ്യന്ത മഹാരാജാവ് ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. ഇതാരുടെ കുട്ടിയാണ്? ഈ സിംഹം കുഞ്ഞുമായി ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? നിന്റെ വായ തുറക്കൂ, നിന്റെ പല്ലിൽ ഞാൻ എണ്ണി നോക്കട്ടെ. മോനെ വളർന്ന നീ ആ സിംഹം കുഞ്ഞെ വരെ അല്ലെങ്കിൽ അവന്റെ അമ്മ വന്ന് നിന്നെ കൊണ്ടു. ഓ, ഞാൻ അന്ന് പേടിച്ചു. പലന്റെ മുഖം അങ്ങനെ പോലെയാണ്. അയ്യോ, പഴന്റെ മന്ദിരത്തിലേക്ക് താഴ വീണോ? നോക്കൂ, അത് എനിക്കത്. അതെന്താ? ഇതൊരു മാന്ത്രിക പാക്കറ്റാണ്. മരിച്ചു മുന്നി പലന്റെ കയ്യിൽ എത്തിക്കൊണ്ടതാണ്. അവന് ആപത്തൊന്നും വരാതിരിക്കാൻ മാതാപിതാക്കൾ മാത്രമേ അതിൽ തൊടാൻ പാടില്ല. മറ്റാരെങ്കിലും അതിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? അത് ശേഷമായി മാറിക്കത്തും. ഓ, എന്റെ മകൻ ഭരത. എന്നെ വരും, ഞാൻ നിങ്ങളുടെ മകൻ അല്ല. എന്റെ അച്ഛൻ ദുഷ്യന്റെ മഹാരാജ ആണ്. വരൂ, എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്നെ കൂടി നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അമ്മേ, ഇയാൾ എന്നെ മോനെ എന്നെ വിളിക്കുന്നു. എന്നോട് പറയുവാണ് ഞാൻ ഇയാളുടെ മകൻ ആണെന്ന്. ഓ, അങ്ങ് അവസാനം ഞങ്ങളെ തേടിയെത്തി. മോനെ, ഇത് നിന്റെ അച്ഛനാണ്. എന്റെ പ്രിയ ശകുന്തളെ, നിന്നെ ഓർക്കാൻ പറ്റാതെ പോയതിൽ എന്നോട് ക്ഷമിക്കൂ. നിന്റെ മോതിരം കണ്ടപ്പോൾ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. വരും, നിങ്ങളെ ഹസ്തിനപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് തിടുക്കമായി. നിൽക്കൂ, ആദ്യം നമുക്ക് മരീചിയ മുനിയുടെ അടുത്തേക്ക് പോകാം. അദ്ദേഹമാണ് ഞങ്ങളെ ഇത്രയും നാളും നോക്കിയത്. എന്റെ ഭർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. താങ്കൾ അതിന് സമ്മതിച്ചാൽ. സ്വാഗതം ദുഷ്യന്ത മഹാരാജാവേ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദുഷ്യന്തൻ ശകുന്തളെ ഓർക്കാതെ പോയത് ദുർവാസാവിന്റെ ശാപമൂലമാണ്. നന്നായി വരും. നിങ്ങളുടെ മകൻ വരൻ തൊഴുതാൽ വലിയ ഒരു രാജാവാകും. പിന്നീട് നമ്മുടെ രാജ്യം അവന്റെ പേരിൽ ഭാരതം എന്ന് അറിയപ്പെടും. പ്രിയതമേ ശകുന്തളേ, പ്രമദവാസ സരസിനി, പ്രണയഹംസവല്ലിനി, പറയുമോ How was it? Fantastic, right? Terrific performance by our kids. Okay, കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തവരെ നമുക്കിനി പരിചയപ്പെടാം. ഭരത്, ആഞ്ചല, മരീച മുനിയുടെ ആശ്രമത്തിലെ സ്ത്രീ 1 ഹാന, രണ്ടാമത്തെ സ്ത്രീ ഗ്ലോറി, ഹസ്തിനപുരത്തിലെ ഭടൻ 1 ജോഷുവ, 2 ജയ്ഡൻ, മുക്കുവൻ ആദി, ആസ്ഥാന ഗുരു റെയ്ന, ദുർവാസാവ് ആൻ, ഗൗതമി കാറ്റ്ലിൻ, കണ്ണു മഹർഷിയും മരീച മുനിയായി അഭിനയിച്ചത് നോയൽ, പ്രിയംവദ കാവ്യ, അനസൂയ നിധി, ശകുന്തള അനു,
ദുഷ്യന്തൻ വർഷ. ദുഷ്യന്തന് ശബ്ദം നൽകിയത് നിരഞ്ജനൻ. ഈ നാടകത്തിന് വേണ്ടി ശബ്ദമിശ്രണം, സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഇഫക്ട്സ് നൽകിയത് നമ്മുടെ അഗസ്റ്റയുടെ സ്വന്തം റസൂൽ പുക്കുറ്റി, ഷാജി കമലാസൻ. എപ്പോഴും മലയാളം സ്കിറ്റ് ആലോചിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ഷാജി അവൈലബിൾ ആണോ അല്ലേ? ഷാജി ഇല്ലെങ്കിൽ സ്കിറ്റ് ഇല്ല. പിന്നീട് എനിക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറിനും സണ്ണി സാറിനും. കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഒരേ കുടക്കീഴിൽ നിർത്തി എല്ലാ ഓണത്തിനും ക്രിസ്മസിനും പ്രോഗ്രാം അണിയിച്ചൊരുക്കുന്ന ടീച്ചറിനും സാറിനും മലയാളം ക്ലാസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.